ബിജുചേട്ടാ നമസ്കാരം. നമസ്കാരം. ബിജുചേട്ടാ, നമ്മുടെ ഒരു വ്യവസായി, കേരളത്തിലെ വളരെ അറിയപ്പെടുന്ന ഒരു വ്യവസായി, സിനിമാ മേഖലയിലും വ്യവസായ രംഗത്തും പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള കോടികളുടെ ആസ്തിയുള്ള വ്യവസായിയായിട്ടുള്ള CJ റോയ്, കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ MD അഥവാ ചെയർമാൻ, അദ്ദേഹം കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. വലിയൊരു വാർത്തയാണ്. അദ്ദേഹത്തിന് ഒരു ആദരാഞ്ജലി നൽകിക്കൊണ്ട് നമുക്ക് തുടങ്ങാം. പക്ഷെ നമ്മുടെ വാർത്ത അതല്ല. പലപ്പോഴും നമ്മുടെ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഒരു വാർത്തയ്ക്ക് മുമ്പേ മറ്റു പല വാർത്തകൾ പറയുന്നത് എന്ന് നമ്മുടെ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. അവർക്കുള്ള മറുപടി എന്ന് പറയുന്നത്, നമ്മളൊരു നാഷണൽ ഇന്റർനാഷണൽ വാർത്തകൾ മാത്രം കൈകാര്യം ചെയ്യുന്ന ചാനലാണ്. കൂടുതലും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അന്നത്തെ ദിവസത്തെ ഇന്റർനാഷണൽ സാഹചര്യങ്ങളും നാഷണൽ ലെവലിൽ എന്താണ് അന്നത്തെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വാർത്തകളുമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. CJ റോയിയുടെ മരണ വാർത്തയിലെ ദുരൂഹതയുണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കും ഇവിടെ തർക്കമൊന്നുമില്ല. അദ്ദേഹം എന്തിനാണ് ആത്മഹത്യ ചെയ്തത് എന്നുള്ളതിന്റെ ചുരുൾ അഴിയേണ്ടത് തന്നെയാണ്. പല ആൾക്കാരും അത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഒക്കെ തലയിൽ കെട്ടിവെക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്റെ ഒരു ടേക്ക് എന്ന് പറയുന്നത്, അദ്ദേഹം 9,000 കോടി ആസ്തിയുള്ള ഒരു വ്യവസായിയാണ്. ആ 9,000 കോടി ആസ്തി അദ്ദേഹത്തിന് വരണമെങ്കിൽ, ഒരു മനുഷ്യന് ആ ആസ്തി വരണമെങ്കിൽ അതിഭീകരമായിട്ടുള്ള കപ്പാസിറ്റിയും മനോധൈര്യവും പ്രതിസന്ധികളെല്ലാം മറികടക്കാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു മനുഷ്യനായിരിക്കും അദ്ദേഹം. അദ്ദേഹം ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി ഒരു തോക്കെടുത്ത് അദ്ദേഹത്തിന്റെ നെറ്റിയിലേക്ക് നിറയൊഴിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. എന്തായാലും അതിന്റെ ചുരുള കഴിയട്ടെ. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ പ്രേക്ഷകർ പറയുന്നത്, 2 ദിവസമായിട്ട് നിങ്ങളുടെ തമ്പ് കാണുമ്പോൾ നിങ്ങൾ ട്രാക്ക് മാറ്റി പിടിക്കുന്നു, എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പ്രധാനമായിട്ട് UGCയുടെ വാർത്തയായിരിക്കും അവർ പറയുന്നത്. UGCയുടെ, നമ്മുടെ ന്യൂസ് ഇന്ത്യ മലയാളം പോയിന്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ അങ്ങനെ സുഖിപ്പിക്കാൻ വേണ്ടി വാർത്ത ചെയ്യാറില്ല. എന്താണോ സത്യം ആ കാര്യം മാത്രമാണ് നമ്മൾ വാർത്തയായിട്ട് ചെയ്യുന്നത്. പിന്നെ രാജ്യ താല്പര്യങ്ങൾക്കൊപ്പമാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഇറാന്റെ ഒരു വാർത്ത പുറത്തുവിട്ടപ്പോൾ പല ആൾക്കാരും വന്ന് കമന്റ് ചെയ്യുന്നു, ഇറാനോട് ശത്രുതയുള്ള, കാരണം ഇറാനിൽ ഖമേനി ഇറങ്ങണം, ഖമേനി ഇറങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ ഇറാന് എന്ത് ചെയ്യാൻ പറ്റൂ, ഒരു രക്ഷയുള്ളൂ. അപ്പൊ ഖമേനി ഇറങ്ങുമ്പോൾ അവിടെ വരുന്നത് അമേരിക്കയാണ്. അമേരിക്ക വരുന്നത് ഇന്ത്യ താല്പര്യപ്പെടുന്നില്ല. ഐക്യരാഷ്ട്രസഭയിൽ പോലും ഇന്ത്യ ഇറാൻ അനുകൂലമായിട്ടാണ് വോട്ട് ചെയ്തത്. നരേന്ദ്രമോദി ഇറാന് വേണ്ടി ഇറങ്ങിയ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. അപ്പൊ നമ്മൾ രാജ്യ താല്പര്യങ്ങൾക്കൊപ്പമാണ് നിൽക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. പിന്നെ UGCയുടെ ആ വാർത്ത എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, UGC എന്ന് പറയുന്നത് BJP-കാർ പോലും എതിർക്കുന്ന ഒരു വിഷയമാണ്. അതിൽ സുപ്രീം കോടതിയിൽ സ്റ്റേ കൊണ്ടുവന്നല്ലോ. യോഗി ആദിത്യനാഥ് പറഞ്ഞത് അത് നടപ്പിലാക്കില്ല എന്നുള്ളതാണ്. ഇത് നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യത്തിനോടൊപ്പമാണ് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ഇന്നത്തെ വാർത്ത എന്ന് പറഞ്ഞൊരു ഗംഭീരമായിട്ടുള്ള വാർത്തയാണ്. ഇന്ത്യക്ക് എപ്പോഴെങ്കിലും നാറ്റോയിൽ ചേരാൻ സാധിക്കുമോ ബിജുചേട്ടാ? അതൊരു ചോദ്യമാണ്. പല ആൾക്കാരും ഇപ്പൊ കുലുങ്ങി ചിരിക്കുന്നുണ്ടായിരിക്കും, ഇന്ത്യ നാറ്റോയിൽ ചേരാനോ? നാറ്റോ എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ ഒരു ഡിഫൻസ് ഫോഴ്സ് അല്ലേ. അപ്പൊ ഇന്ത്യക്ക് എങ്ങനെയാണ് നാറ്റോയിൽ ചേരാൻ സാധിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം അവരുടെ മനസ്സിൽ ഉരുത്തിരിയാം. നാറ്റോയിൽ ചേരാൻ സാധിക്കും, നാറ്റോയിൽ ചേരാൻ വരുന്നുണ്ടോ എന്നുള്ള ക്ഷണം നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വലിയ വാർത്തയാണ്. ഇന്നലെ വരെ നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ എന്താണ്, ഇവിടെ പാറശാലയല്ല, അങ്ങ് കന്യാകുമാരി മുതൽ കശ്മീർ വരെ റെയിൽവേ പാളത്തിൽ വിസർജിക്കുന്ന ആൾക്കാരുള്ള ഒരു രാഷ്ട്രമായിരുന്നെങ്കിൽ, ഇന്ന് നമ്മുടെ ഇമേജ് അതല്ല. നമ്മുടെ ഇമേജ് അങ്ങ് മാറിപ്പോയി. ആഗോള സമവാക്യം മാറിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പൊ പുറത്തു വരുന്നത്. അത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ആഗോള സമവാക്യം മാറിയിരിക്കുന്നു. അമേരിക്കയാണെങ്കിൽ വീണ്ടും അടച്ചുപൂട്ടിയിരിക്കുകയാണ്. ട്രംപിന് നിക്കക്കള്ളിയില്ലാതെ വന്നിരിക്കുന്നു. ട്രംപ് കുടുങ്ങിയിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പാശ്ചാത്യ മാധ്യമങ്ങൾ തന്നെ എക്സാക്ട് ഈ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ട്രംപ് ഈസ് ട്രാപ്ഡ് എന്ന് പറഞ്ഞ വാക്കാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ ചരിത്രപരമായിട്ടുള്ള ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സുരക്ഷാ പ്രതിരോധ പങ്കാളിത്ത കരാറിലൂടെ ആഗോള സമവാക്യങ്ങൾ സമ്പൂർണ്ണമായി മാറിയിരിക്കുകയാണ്. US നയിക്കുന്ന നാറ്റോ സഖ്യത്തിൽ ഇന്ത്യക്ക് ചേരാനുള്ള ക്ഷണം വന്നിരിക്കുന്നു. പക്ഷെ അതിൽ ചേരാതെ തന്നെ യൂറോപ്യൻ യൂണിയൻ നാറ്റോ സഖ്യകക്ഷിയെ പോലെയുള്ള പ്രാധാന്യമാണ് ഇന്ത്യക്ക് നൽകിയിരിക്കുന്നത് ഈ കരാറിൽ. ഇതൊക്കെ കരാറിൽ കൃത്യമായി എഴുതി പിടിപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. അമേരിക്കയ്ക്കും ചൈനയ്ക്കും ഇടയിൽ ഇപ്പോൾ അമേരിക്കയും ചൈനയുമാണ്, റഷ്യയും അമേരിക്കയും പോലെ ഒരു കാലത്ത് ഒരു ശീതയുദ്ധം ഉണ്ടായതുപോലെ അമേരിക്കയും ചൈനയും തമ്മിലുള്ള ഒരു ധ്രുവമാണ് ലോകത്ത് ഉരുത്തിരിഞ്ഞു വരാൻ പോകുന്നത് എന്നുള്ള ആ ഒരു ചർച്ചയ്ക്കിടെ ഇപ്പോഴിതാ അപ്രതീക്ഷിതമായിട്ട് ഇന്ത്യ ഉയർന്നു വരുന്നു. ഒരു തേർഡ് പോളായി, ഒരു 3ാം ധ്രുവമായി ഇന്ത്യ ഉയർന്നു വരുന്നു. ചെറിയ സംഭവമല്ലേ ഇത്? അതായത് ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന നമ്മുടെ വാർത്താ ചാനൽ, നമ്മുടെ വാർത്താ രംഗത്ത്, സാറ്റലൈറ്റ് രംഗത്ത് അജയ്യമായി വാണിരുന്ന കാലത്ത് ഏഷ്യാനെറ്റിനെ തവിടുപൊടിയാക്കി 24 വന്നതുപോലെയാണ് ഇന്ത്യ ഇപ്പോൾ ഇവർക്കിടയിൽ ഉയർന്നു വരുന്നത് എന്നുള്ളതാണ്. അത് ഒരു ഭരണാധികാരിയുടെ നിശ്ചയദാർഢ്യത്തിന്റെ ഒരു പ്രതീകമാണ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. ഇൻഡോ പസഫിക് മേഖലയിൽ സുരക്ഷിതമായിട്ടുള്ള കപ്പൽ ഗതാഗതം ഉറപ്പാക്കുക, സൈബർ ഭീഷണികളെ നേരിടുന്നതിനും ബഹിരാകാശ സുരക്ഷാ ശേഷികൾ വർദ്ധിപ്പിക്കുന്നതിനും സഹകരിക്കുക, തന്ത്രപ്രധാനമായിട്ടുള്ള രഹസ്യ വിവരങ്ങൾ കൈമാറുക തുടങ്ങിയവയാണ് ഈ കരാറിലെ പ്രധാന ലക്ഷ്യങ്ങൾ. ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും കൈകോർത്ത് സഹകരിക്കും എന്ന് കരാറിൽ പറയുന്നുണ്ട്.
പാക് കേന്ദ്രീകൃത ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളെ യൂറോപ്പിന്റെ മണ്ണിൽ നിന്ന് പറിച്ചു മാറ്റും എന്നൊക്കെ അവർ കൃത്യമായി പറയുകയാണ്. ഇന്ത്യയെ നാറ്റോ പ്ലസ് അംഗമാക്കാൻ US ക്ഷണിച്ചിരുന്നുവെങ്കിലും റഷ്യയുമായിട്ടുള്ള അടുത്ത ബന്ധം പരിഗണിച്ച് തന്ത്രപ്രധാനമായിട്ടുള്ള സ്വയം നിർണയാവകാശം സംരക്ഷിക്കാനായി ഇന്ത്യ ആ ക്ഷണം നിരസിച്ചു എന്നുള്ളതാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. ഇപ്പൊ അഫ്ഗാനിസ്ഥാനിലും ഇൻഡോ പസഫിക് മേഖലയിലും യൂറോപ്പിന് ഇന്ത്യ ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യത്തിലേക്ക് ഈ സംഭവങ്ങൾ വന്നിരിക്കുകയാണ്. വലിയ ഒരു മാറ്റമാണ് നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ യൂറോപ്യൻ യൂണിയൻ കരാറിലൂടെ നമ്മുടെ രാജ്യം പുതിയ ഹൈറ്റ്സിലേക്ക് എത്തുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിപ്പോ മറ്റേത് എടുത്തുകൊണ്ട് വരുമായിരിക്കും, GDP, മറ്റേ പട്ടിണി കിടക്കാൻ ആളില്ല, മറ്റേ രാജ്യത്ത് തമ്പടിച്ച് കിടക്കുന്ന ആൾക്കാരുണ്ട് എന്ന് മറ്റേ കാർഡ് ഇപ്പൊ കുറെ പേര് ഇറക്കും. അതായത് രാജ്യം വളരുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും കിട്ടണ്ടേ? അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ചോദിച്ചേട്ടാ, ഇപ്പോ വളരുന്ന നമ്മുടെ ഈ ഡിജിറ്റൽ ഇന്ത്യയിലുണ്ടല്ലോ, ഒരാൾക്ക് പണം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. സോഷ്യൽ മീഡിയ വഴിയൊക്കെ ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ആൾക്കാർ സോഷ്യൽ മീഡിയയിലൂടെ അവരുടെ സ്കില്ല് വെച്ച് ലക്ഷങ്ങൾ സമ്പാദിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു കർഷകനായിക്കൊള്ളട്ടെ, എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ, അവരുടെ വീട്ടിൽ നഗരസഭയിൽ നിന്ന് ഒരു കോഴിക്കൂട് വാങ്ങി കോഴി വളർത്തൽ തുടങ്ങി. ആ കോഴിക്കൂടിനെയും കോഴി വളർത്തലിനെയും കുറിച്ച് ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീല് പങ്കുവച്ചു. അടുത്ത ദിവസമായപ്പോ കോഴിമുട്ട അതിനുള്ള ഓർഡറുകൾ വന്നു തുടങ്ങി അവർക്ക്. ഇപ്പൊ അവരത് വിപുലീകരിക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പൊ ഇതിന് വേണ്ടതൊരു മനസ്സും ഒരു സ്ട്രാറ്റജിയാണ്. പിന്നെ ഞാൻ PSC കൊണ്ടേ മലക്കൂ, അല്ലെങ്കിൽ SSC എഴുതി കിട്ടിയാൽ മാത്രമേ ഞാൻ ജോലിക്ക് പോകൂ എന്നിരിക്കുന്ന ആൾക്കാരോട് നമുക്കൊന്നും പറയാനില്ല. അത്യാവശ്യം ഫിനാൻഷ്യൽ നോളജ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇന്ത്യയിൽ ഇനി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. പിന്നെ GDP കൊണ്ടുവരുമായിരിക്കും. ഇപ്പൊ ഇന്ത്യയുടെ GDP കുതിക്കുന്നത് കണ്ടിട്ട് ഇവർ പറയുന്നത് എന്താ അറിയോ ചേട്ടാ, GDP നിർണ്ണയിക്കുന്നത് ഇന്ത്യ തന്നെയാണ്, മോദി തന്നെയാണ് ഇന്ത്യക്ക് 8% GDP, ഇനി ഒരു 7% വളർന്നോട്ടെ എന്ന് പറഞ്ഞ് നിശ്ചയിക്കുന്നത്. പണ്ട് അവർ GDP ഇന്ത്യയെ താഴ്ന്നു നിൽക്കുമ്പോൾ ഇവരെന്താ പറഞ്ഞ GDP താഴ്ന്നു, ആ സമയത്ത് ഇവര് പറഞ്ഞില്ല നരേന്ദ്രമോദിയല്ലേ ഇത് താഴ്ത്തുന്നത് എന്ന് പറഞ്ഞില്ല. അപ്പൊ അങ്ങനത്തെ ഒരു കാര്യത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ സകല പ്രതിസന്ധികളെയും, അതായത് നമ്മുടെ രാജ്യത്തിനകത്തുള്ള ആഭ്യന്തര ശത്രുക്കൾക്ക് പോലും ഒരു തരത്തിലും വിമർശിക്കാൻ കഴിയാത്ത രീതിയിൽ പഴുതടച്ച രീതിയിലാണ് നമ്മുടെ രാജ്യം മുന്നേറുന്നത്. അപ്പോഴാണ് ഈ നാറ്റോയിൽ ചേരാതെ തുല്യ പദവി നൽകാൻ യൂറോപ്യൻ യൂണിയൻ ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നത്. എങ്ങനെ കാണുന്നു ഈ മാറിയ ആഗോള സമവാക്യത്തെ? പലപ്പോഴും തുടക്കത്തിൽ ധനുഷ് സൂചിപ്പിച്ച കണക്ക് നമ്മളിന്നിപ്പോ ഈ വ്യവസായ റോയുടെ മരണം കൂടി ഇതിൽ പ്രതിപാദിച്ചു പോയി. എന്തുകൊണ്ടാണ് അങ്ങനെ എടുക്കേണ്ടി വരുന്നത് എന്ന് കൂടി ഒന്ന് ലളിതമായി പറഞ്ഞാല്, നമ്മൾ സാധാരണഗതിയിൽ അന്നന്നത്തെ വിഷയങ്ങൾ എടുക്കുമ്പോൾ പലപ്പോഴും 3-4 വിഷയങ്ങൾ വരാറുണ്ട്. പലവട്ടം ചർച്ച ചെയ്ത് അതിൽ വളരെ പ്രാധാന്യമുള്ള 2 വിഷയങ്ങളാണ് നമ്മൾ സാധാരണഗതി എടുക്കാറുള്ളത്. കാരണം നമ്മുടെ ഒരു പോളിസി, നമ്മുടെ ചാനലിന്റെ ഒരു പോളിസി രാഷ്ട്രമാണ് ആദ്യം എന്നാണ് നമ്മുടെ എക്കാലത്തെയും പോളിസി. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ നമുക്കൊക്കെ എന്തും. അപ്പൊ അതുകൊണ്ട് രാഷ്ട്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമുക്ക് മുൻഗണന കൊടുക്കുന്നു. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട വാർത്തകൾ ഒന്ന് ടച്ച് ചെയ്ത് പോവുക എന്നുള്ളതും കൂടി നമ്മൾ അതിനകത്ത് ഉദ്ദേശിക്കുന്നത് കൊണ്ടാണ്. പ്രഷർ തെറ്റിദ്ധരിക്കരുത്, ഇല്ലെങ്കിൽ എന്തിനാ അത് എടുക്കുന്നത്, 2000 എടുത്താൽ പോരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആവശ്യം ഇല്ല. കാരണം ഇത് നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ പോളിസി രാഷ്ട്രത്തോടൊപ്പം നിൽക്കുക എന്നുള്ളത്, രാഷ്ട്രീയമോ ഇല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ അല്ല എന്നുള്ളതാണ് ആദ്യം തന്നെ പറയുന്നത്. ഇനി നമ്മള് റോയുടെ കേസ് പറയുകയാണെങ്കിൽ വളരെ നിർഭാഗ്യകരമായ സംഭവം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നമ്മുടെ അറിവ് ശരിയാണെങ്കിലും മാധ്യമ വാർത്തകൾ ശരിയാണെങ്കിൽ ED അല്ല, ഇൻകം ടാക്സ് ആണ് റെയ്ഡ് നടത്തിയിരിക്കുന്നത്. രണ്ടും രണ്ടാണ്. ED വേറെ, ഇൻകം ടാക്സ് വേറെ. ഇൻകം ടാക്സ് സാധാരണ നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ടതാണ്. അതിലങ്ങനെ വലിയ ജയിൽവാസം ഒന്നും ഇന്ന് വരെ ഇന്ത്യയിൽ ആരും അനുഭവിച്ചതായി നമ്മൾ കേട്ടിട്ടില്ല. ഇൻകം ടാക്സ് കേസ് അത് പിഴ അടച്ചു ഊരിപ്പോരാവുന്നതേ ഉള്ളൂ. അപ്പൊ ഒരു ഇൻകം ടാക്സ് റെയ്ഡില് ഒരു വ്യവസായി ആത്മഹത്യ ചെയ്യേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ, അതെന്താണെന്ന് മനസ്സിലാവില്ല. കാരണം നമ്മുടെ നാട്ടിൽ പോലും അത്യാവശ്യം ചെറുതായിട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് ഇൻകം ടാക്സിന്റെ നോട്ടീസ് പതിവായി വരാറുള്ളതാണ്. നമ്മുടെ നാട്ടുപുറത്ത്, നമ്മുടെ ചുറ്റുപാടത്ത് ഇറക്കിയാൽ മതി ബിസിനസ് ചെയ്യുന്നവര്, അവർക്ക് വരാറുണ്ട്. കാരണം ഈ ഇതിനകത്ത് ചെറിയ തെറ്റുകളോ ഇല്ലെങ്കിൽ പിഴവുകളോ വരുമ്പോഴായിരിക്കും. അതിന് നല്ല ഒരു വിശദീകരണം കൊടുത്താൽ ഒരുപക്ഷെ നമുക്ക് മാന്യമായിട്ട് പോകാം, അല്ലെങ്കിൽ പിഴ അടയ്ക്കാം. ഇതിനു മുമ്പ് ഒരു 4-5 വർഷം മുമ്പ് ശ്രീമാൻ ഗോകുലം ഗോപാൽ ഒരു 1200 കോടി കള്ളപ്പണം ED കണ്ടുകെട്ടി. അത് എനിക്ക് 400 കോടിയോ 500 കോടിയോ പിഴയടച്ചിട്ടാണ് ഇത് അതിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടത്. പക്ഷെ ഇത് IT-യുടെ ആണെങ്കിൽ എനിക്കൊന്ന് 2-3 മടങ്ങ് കൂടുതൽ പിഴ അടച്ചിട്ട് വേണം അതിന് ഊരിപ്പോവാൻ. ഇതൊന്നും ഈ ബിസിനസ്സുകാരെ സംബന്ധിച്ച് പുതിയ കാര്യങ്ങളോ ഒന്നും അല്ല. പിഴ അടക്കുകയും ഇൻകം ടാക്സിന്റെ നോട്ടീസ് വരികയൊക്കെ. അത് മാത്രമല്ല, ഇദ്ദേഹം ED-ക്കെതിരെ കേസ് നടത്തുന്നുണ്ട് കർണാടക ഹൈക്കോടതിയിൽ എന്നാണ് അറിയാനും കഴിയുന്നത്. ഏതായാലും ബിസിനസ്സുകാരെ സംബന്ധിച്ച് പറയുന്ന ധീരതയുടെ പര്യായങ്ങളാണ് എപ്പോഴും എല്ലാ ബിസിനസ്സുകാരും. അപ്പോൾ പിന്നെ ഇദ്ദേഹത്തിന് ഇത്രയും വാർത്താ പ്രാധാന്യം കിട്ടാൻ കാരണം ഈ മാധ്യമങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു ആളായിരുന്നു. മിക്കവാറും മാധ്യമങ്ങളുടെയൊക്കെ ഒരു പ്രധാന സ്പോൺസർ ഇദ്ദേഹമായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. സ്വാഭാവികം, അത് ബിസിനസ്സുകാരെല്ലാം തന്നെ ചെയ്യാറുള്ളതാണ്.
ഏതായാലും ഇതിന്റെയൊക്കെ ചുരുള അഴിയേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഏതായാലും നമ്മുടെ രാജ്യത്തിന്റെ കാര്യങ്ങളുമായി മുൻപോട്ട് വരേണ്ടതായിട്ടുണ്ട്. അതായത് ഇപ്പൊ വന്നിരിക്കുന്ന ഒരു വലിയ വാർത്തയാണ്. അതായത് മുൻപ് അമേരിക്ക നമ്മളെ ഈ നാറ്റോ പ്ലസ്, അത് നാറ്റോയിൽ പെടാതെ തന്നെ അതിൽ അധികമുള്ള രാജ്യങ്ങൾ, ഇപ്പോൾ ജപ്പാൻ പോലെ നമുക്കും ഒരു പരിഗണന നൽകിക്കൊണ്ട് നമ്മുടെ ഭാഗമാക്കാൻ ഒരു ശ്രമം നടത്തിയിരുന്നു. അന്ന് ഇന്ത്യ അതിനെ എതിർക്കാണ്ടായ കാരണം നമ്മളും റഷ്യയുമായിട്ട് ഒരു വലിയ സൈനിക ആയുധ സഹകരണവും മറ്റും നിലനിൽക്കുന്നുണ്ട്. അന്ന് ഇന്ത്യയുടെ നിലപാടെന്ന് പറഞ്ഞാൽ തന്ത്രപ്രധാനമായ ഒരു സ്റ്റാൻഡാണ് ഞങ്ങൾക്ക്, അതുകൊണ്ട് അമേരിക്ക ഞങ്ങളുടെ തന്ത്രപ്രധാന പങ്കാളി എന്നാണ് പറഞ്ഞിരുന്നത്. ഇന്ത്യക്ക് അങ്ങനെ ഒരു പോയിന്റ് ഉണ്ട്. ചില രാജ്യങ്ങളുമായിട്ട് നമുക്ക് തന്ത്രപ്രധാന ബന്ധങ്ങളും തന്ത്രപ്രധാന സൈനിക ബന്ധങ്ങളുമുണ്ട്. തന്ത്രപ്രധാന സൈനിക ബന്ധങ്ങൾ ചോദിച്ചാൽ പലർക്കും ഒരു തെറ്റിദ്ധാരണ വരും. അതെന്താണെന്ന് വെച്ചാൽ അപ്പോഴുള്ള ആ സ്ട്രാറ്റജിയുടെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ ആ ബന്ധം നടക്കുന്നത്. ഇപ്പൊ ഉദാഹരണം, ഒരു യുദ്ധമോ മറ്റോ വന്നു കഴിഞ്ഞാൽ അടിയന്തര ഘട്ടത്തിൽ നമുക്ക് അവരുടെ ഒരു ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് അതിനുള്ള എക്യുപ്മെന്റ്സ്, അങ്ങനെ തന്ത്രപ്രധാനമായ, അതായത് എല്ലാ വിഷയങ്ങളും ഇടപെടേണ്ടതായിട്ടില്ല, എന്നാൽ ഇടപെടേണ്ടതായ ഒരു വിഷയങ്ങൾ വേണമെങ്കിൽ അത്തരത്തിലൊരു സഹകരണം തേടുന്നതിൽ തെറ്റുമില്ല. ഇതാണ് നമ്മുടെ ദൈവം സഹായിച്ച് ഇതുവരെ നമ്മുടെ രാജ്യത്തിന് അങ്ങനെ ഒരു സഹകരണം ഒരു രാജ്യത്തിന് തേടേണ്ടി വന്നിട്ടുമില്ല. അതുകൊണ്ട് നമ്മൾ അത്തരം രാജ്യങ്ങളെ തന്ത്രപ്രധാന പങ്കാളി എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. നമ്മുടെ തന്ത്രത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗത്ത് അവരുണ്ട് എന്ന് കരുതി അവരെ ഉപയോഗപ്പെടുത്തണമെന്ന് നിർബന്ധമില്ല. ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്, ഇല്ല എന്ന് വെച്ചാൽ ഇല്ല എന്നുള്ള രീതിയിലുള്ള ഒരു ബന്ധമാണ്. അവിടെയും ചേരിചേരാ നയത്തിന്റെ മറ്റൊരു ഭാഗം തന്നെയാണ് ഇത്. പക്ഷെ ഇവിടെ കഴിഞ്ഞ ദിവസം യൂറോപ്യൻ യൂണിയൻ നേതാക്കന്മാർ ഇവിടെ എത്തി ഒപ്പിട്ടു പോയൊരു വലിയ കരാർ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഈ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഈ അനാലിസിസ് ചെയ്യുമ്പോഴൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ മാധ്യമങ്ങൾ കാണാതെ പോയൊരു വലിയ പോയിന്റ് ഇതിലുണ്ട് എന്ന് ഇന്നലത്തെ ഈ അനാലിസിസിൽ പറയുകയുണ്ടായി, മിനിഞ്ഞാന്നത്തെ അനാലിസിസിലും പറയുകയുണ്ടായി. അതാണ് ഈ പോയിന്റ് നമ്മൾ ഇന്ന് ഡിസ്കഷൻ എടുത്തിരിക്കുന്ന പോയിന്റ്. എല്ലാവരും അതിന്റെ ഒരു സൈഡ് മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. അതായത് കാറുകൾ ഇറങ്ങുന്നു, വൈൻ ടാക്സ് കുറയും, നമുക്ക് ഇന്ത്യക്ക് തുണി കയറ്റി അയക്കാം, ആ ഒരു മേഖല പോകുമ്പോൾ അതിനേക്കാൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ഒരു കരാർ കൂടി ഒപ്പിട്ടു. ഇനി 3 കരാറിന്റെ ഭാഗം കൂടി ആകാൻ പോവുകയാണ് ഇന്ത്യ. അതിന്റെ ഡിസ്കഷനും ഫൈനൽ ഘട്ടത്തിലാണ്. അതാണ് നമ്മൾ ഇപ്പോൾ വിശദീകരിക്കുന്നത്. ഇപ്പൊ നിലവില് നമ്മൾ നാറ്റോയുടെ ഭാഗമല്ല, യൂറോപ്പും അമേരിക്കയുമായി അത്ര സുഖകരമായ ബന്ധത്തിലുമല്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളൊരു വലിയ വ്യാപാര കരാർ ഒപ്പിട്ടത്. അതിനോടൊപ്പം തന്നെ നമ്മൾ അടുത്ത് തന്നെ ഒപ്പിടാൻ പോകുന്നത്, അതിന്റെ ഡിസ്കഷൻ പൂർത്തിയായി കഴിഞ്ഞു ഒപ്പിടാൻ പോകുന്ന ഒരു കരാറാണ് സെക്യൂരിറ്റി ഓഫ് ഇൻഫർമേഷൻ. ഈ സെക്യൂരിറ്റി ഓഫ് ഇൻഫർമേഷൻ പ്രകാരം ഇന്ത്യ യൂറോപ്പിന്റെ ഒരു സഖ്യ രാഷ്ട്രമായി കണക്കാക്കുകയും ഒപ്പം തന്നെ ഭീകരവാദത്തിനെതിരെ ഒന്നിച്ചു നിന്ന് പോരാടുന്നു പറയുമ്പോൾ പാക് കേന്ദ്രീകൃതമായിട്ടുള്ള സംഘടനകൾ, ഇപ്പോൾ ഖാലിസ്ഥാൻ സംഘടനകളായിക്കോട്ടെ, പാക് ഭീകര സംഘടനകളായിക്കോട്ടെ, നമുക്കറിയാം മിക്കവാറും ഒക്കെ യൂറോപ്പ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അവര് ഇന്ത്യക്കെതിരെ പടനീക്കം നയിക്കുന്നത്. അത്തരം സംഘടനകൾക്ക് എതിരെയുള്ള പോരാട്ടം അത് ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്ത്യയെ സംബന്ധിച്ച് അതിന് ഏറ്റവും വലിയ ഒരു ബെനിഫിറ്റ്. അപ്പോൾ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് എന്താണ് ബെനിഫിറ്റ് എന്ന് ചോദിച്ചാൽ ഇൻഡോ പസഫിക് മേഖല, ആ മേഖലയിൽ ഇന്ത്യയുടെ സഹായത്തോടു കൂടി കൂടുതൽ അവിടുത്തെ സ്ട്രെങ്തൻ ചെയ്യിക്കുക, അവരുടെ ഒരു സെക്യൂരിറ്റി സ്ട്രെങ്തൻ ചെയ്യുക, ഒപ്പം രഹസ്യ വിവരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുക. ഇതൊക്കെ ഒരു സഖ്യ രാഷ്ട്രത്തിന് മാത്രമേ ഇത് സാധ്യമാകുള്ളൂ. നമ്മൾ കണ്ട F5 എന്നൊക്കെ പറഞ്ഞ രാഷ്ട്രങ്ങളുണ്ടല്ലോ, അമേരിക്കയും ഫ്രാൻസും ഒക്കെ ചേർന്ന്, കാനഡയും ഒക്കെ ചേർന്നിട്ട് അത് അവർ രഹസ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു രാജ്യമാണ്. ഇപ്പൊ നമുക്ക് ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ നിലവിൽ ആ ബന്ധമുണ്ട്. അപ്പൊ യൂറോപ്യൻ യൂണിയനുമായിട്ട് അത്തരത്തിൽ, അതായത് രഹസ്യ വിവരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുക, അതുപോലെ തന്നെ ഈ സൈബർ സുരക്ഷയിൽ ഇന്ത്യ കൂടി ഭാഗമായിക്കൊണ്ടുള്ള ഒരു വലിയ പദ്ധതി നടപ്പാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു രീതി. അത് മാത്രമല്ല, ഇന്ത്യ ഇതിൽ ഉൾപ്പെടുത്തേണ്ടത് അമേരിക്കയുടെ ഉൾപ്പെടെ അല്ലെങ്കിൽ നാറ്റോ സഖ്യത്തിന് ഉൾപ്പെടെ എക്കാലത്തെയും വലിയൊരു ആഗ്രഹമാണ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ധനുഷ് നേരത്തെ സൂചിപ്പിച്ച കണക്ക് ഈ അഫ്ഗാനിസ്ഥാന്റെ വിഷയം, ഇൻഡോ പസഫിക് മേഖലയിൽ ഇന്ത്യ ഇല്ലാതെ മുൻപോട്ട് പോവുക അല്പം പാടായ ഒരു കാര്യം തന്നെയാണ്. ഇന്ത്യ ഇവിടുത്തെ ഒരു നട്ടലാണ്. ഇപ്പൊ ചൈന, ഇന്ത്യ ഇതൊക്കെ നമ്മളോട് ചേർന്ന് കിടക്കുന്ന ഒരു മേഖലയാണ്. നമ്മൾക്കിതിനകത്ത് ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്. അപ്പൊ നമ്മളെ കാണാതെ പോകാൻ കഴിയില്ല. നമ്മുടെ വീടിന്റെ വാതിൽക്ക് കൂടെ പോകുമ്പോൾ നമ്മളെ കാണാതിരിക്കാൻ കഴിയില്ലല്ലോ. അപ്പം അങ്ങനത്തെ ഒരു ഘട്ടം കൂടിയുണ്ട്. അതും കൂടി മുൻനിർത്തിക്കൊണ്ടാണ് അവരുടെ ഒരു ആംഗിൾ. നമ്മളെ സംബന്ധിച്ചാണെങ്കിൽ നമുക്ക് ഈ ഭീകരവാദത്തിന്റെ അടിവേരിറക്കുക, പ്രത്യേകിച്ച് ഖാലിസ്ഥാൻ ഭീകര സംഘടനകളൊക്കെ യൂറോപ്പിൽ, UK-യിലായാലും കാനഡയിലായാലും മറ്റു രാജ്യങ്ങളായാലും ഒക്കെ വലിയ രീതിയിൽ തന്നെ അവർ ഫണ്ടിങ്ങും മറ്റുമൊക്കെ നടത്തുന്നുണ്ട്. അതിനെ തടയിടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രഹസ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുക എന്നുള്ളത് കൊണ്ട്. അപ്പൊ നമ്മളിപ്പോൾ ഉടനെ ഒപ്പിടാൻ പോകുന്ന ഒന്നാണ് സെക്യൂരിറ്റി ഓഫ് ഇൻഫർമേഷൻ എഗ്രിമെന്റ്. അതും ഈ വ്യാപാര കരാറിന്റെ ഭാഗമായിട്ട് തന്നെ ഡിസ്കഷൻ കഴിഞ്ഞു. അതിപ്പോൾ ഉടനെ തന്നെ ഒപ്പിടും. അത് ഒരുപക്ഷെ വലിയൊരു ചടങ്ങായിരിക്കില്ല, ഒരുപക്ഷെ വിദേശകാര്യമന്ത്രിമാരോ ഇല്ലെങ്കിൽ ഉദ്യോഗ തലത്തിലോ നടക്കുന്ന ഒരു ഒപ്പിടൽ മാത്രമായിരിക്കും അത്. കാരണം അതിന്റെ എല്ലാ ഡിസ്കഷനും കാര്യങ്ങളും ഇപ്പോൾ ബൃഹത്തായ ഈ EU കരാറിനൊപ്പം തന്നെ നടന്നു കഴിഞ്ഞ ഒരു കാര്യമാണ്. അപ്പൊ അതായത് നാറ്റോ പ്ലസിൽ ചേരാതെ തന്നെ യൂറോപ്യൻ യൂണിയൻ
പെടുന്ന രാജ്യങ്ങളും ഇന്ത്യയുമായിട്ട് അതുപോലൊരു സഖ്യം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. കാരണം ആ സഖ്യത്തിൽ പറയുന്ന ഒരു കാര്യം ഒഴിച്ച് ബാക്കിയെല്ലാം ഇതിലുണ്ട്. പക്ഷെ ആ ഒരു കാര്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരസ്പരം സൈന്യത്തെയും മറ്റും അയച്ചുകൊണ്ട് സഹായിക്കുക എന്നുള്ളത് ഇതിൽ പറയുന്നില്ല. പക്ഷെ പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട്. അത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഇൻഡോ പസഫിക് മേഖലയിലാണ്. അവിടേക്ക് ഞാൻ വരാം. ഇനി അടുത്ത ഒരു കരാർ എന്ന് പറഞ്ഞാൽ ഇത് യൂറോപ്പിന് ഒരു റിയാം യൂറോപ്പ് പദ്ധതിയുണ്ട്. അതായത് ഈ AI-യും സെമി കണ്ടക്ടറും ക്വാണ്ടത്തിന്റെയൊക്കെ ഈ പ്രതിരോധ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പദ്ധതി അവർ തയ്യാറാക്കുന്നുണ്ട്. ഇപ്പൊ യൂറോപ്പ് പ്രധാനമായി ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വയം പ്രതിരോധ ശക്തി കൂട്ടുകയാണ് യൂറോപ്പ് ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് റിയാം യൂറോപ്പ് എന്ന് പറഞ്ഞൊരു പദ്ധതി അവർ തുടങ്ങിയിരിക്കുന്നത്. ഈ യൂറോപ്യൻ രാജ്യങ്ങൾ എല്ലാം കൂടെ ചേർന്നുണ്ട്. അതിൽ അമേരിക്ക ഇല്ല. യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്നുകൊണ്ട് അവരുടെ പ്രതിരോധ പദ്ധതി ശക്തിപ്പെടുത്തുക. അതിന്റെ ഭാഗമായിട്ട് രണ്ടാമത്തെ കരാറാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഉടനെ ഒപ്പിടാമോ രണ്ടാമത്തെ കരാർ. AI-യും ഒപ്പം തന്നെ സെമി കണ്ടക്ടർ, ക്വാണ്ടം കമ്പ്യൂട്ടിങ്, ഇതിനകത്തൊക്കെ ഇന്ത്യയെ കൂടെ ചേർത്തുകൊണ്ടുള്ള ഒരു വിപുലീകരണം. അത് അവരുടെ പ്രതിരോധ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് ശ്രദ്ധേയം. നമുക്കറിയാം ഈ ഓപ്പറേഷൻ സിന്ദൂർ സമയത്തൊക്കെ ഇന്ത്യയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനം എങ്ങനെ പ്രവർത്തിച്ചു, അത് ലോകത്തിന് എങ്ങനെ മാതൃകയായതുമൊക്കെ നമ്മൾ കണ്ടതാണ്. അതിന്റെ കൂടെ പശ്ചാത്തലത്തിൽ വേണം ആ കരാറിനെ നമ്മൾ കാണാം. ഇത് നമുക്ക് നേട്ടമുണ്ടാകുന്ന കരാറാണ്. ഈ കരാർ എന്ന് പറഞ്ഞാൽ വെറുതെ ഒപ്പിട്ട് പോകുന്നതല്ല. ഇതുമൂലം നമ്മുടെ ടെക്നോളജി ആയാലും നമ്മുടെ മറ്റു കാര്യങ്ങൾക്കായാലും വലിയ രീതിയിലുള്ള ഒരു സഹകരണാടിസ്ഥാനത്തിൽ അതിന്റെ നിർമ്മാണം ഉൾപ്പെടെയുള്ള നടക്കും. ഒപ്പം തന്നെ സാമ്പത്തികമായും നമുക്ക് നേട്ടമുള്ള ഒരു കരാറാണ്. ഇത് കൂടാതെ തന്നെ ഒരു വലിയ ഒരു പദ്ധതി നിലവിൽ ഈ യൂറോപ്യൻ രാജ്യങ്ങൾക്കുണ്ട്. സെഫ് എന്നാണ് അതിന്റെ പേര്. സെഫ് അതായത് സെക്യൂരിറ്റി ആക്ഷൻ ഫോർ യൂറോപ്പ് എന്നാണ് പദ്ധതി. ഇതിന്റെ ഭാഗമായിട്ട് $150 ബില്യൺ ഇവര് ഇതിനു വേണ്ടി ചെലവഴിക്കുന്നത്. അവരുടെ പ്രതിരോധത്തിന്റെ ഒരു സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി $150 ബില്യൺ. ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ നിലവിൽ ഇന്ത്യൻ കമ്പനികളുണ്ട് പ്രതിരോധ രംഗത്തുള്ള. നമ്മുടെ അനവധി കമ്പനികളുണ്ട്. അദാനിയുടെ, ടാറ്റയുടെ, മഹീന്ദ്രയുടെ അടക്കം അനവധി ചെറുതും വലുതുമായ ഇഷ്ടംപോലെ കമ്പനികളുണ്ട്. ഈ കമ്പനികൾക്ക് ഒരുപാട് ഈ ഫണ്ട് മുഖേന ഇവർക്ക് ഈ പരീക്ഷണങ്ങൾ നടത്താൻ, ഇതിനകത്ത് ഈ ആയുധങ്ങളൊക്കെ നിർമ്മിക്കുന്നതിന് മുമ്പ് ഗവേഷണങ്ങളും മറ്റും നടത്തുന്നുണ്ടല്ലോ. അത്തരത്തിലൊരു ഫണ്ട് $150 ബില്യൺ യൂറോപ്യൻ യൂണിയൻ ഇപ്പോൾ അതിനുവേണ്ടി ശേഖരിച്ച് വെച്ചിരിക്കുന്നത്. അതായത് ഇതിനുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി, അതായത് പുതിയ AI ടെക്നോളജി വികസിപ്പിച്ചെടുക്കാൻ, ക്വാണ്ടം കമ്പ്യൂട്ടിങ്, സെമി കണ്ടക്ടർ ചിപ്സ്, ഇതിന്റെയൊക്കെ വേണ്ടി ഗവേഷണത്തിനും മറ്റു കാര്യം. അപ്പൊ അതിന്റെ ഒരു പങ്ക് $150 ബില്യൺ നമുക്ക് കിട്ടില്ല. അതിന്റെ ഒരു പങ്ക് നമ്മുടെ ഇത്തരം കമ്പനികൾക്ക് കിട്ടും. അപ്പം മറ്റേത് മുഖേന നമ്മുടെ ആയുധ വിപണിക്കും ഒപ്പം തന്നെ സംയുക്ത അടിസ്ഥാനത്തിൽ ആയുധം നിർമ്മിക്കാനും ഒരു കരാറാണെങ്കിൽ ഇത് നമ്മുടെ ഗവേഷണത്തിനും കൂടെ ഉതകുന്ന തരത്തിലേക്കാണ് ഇത്തരം ഒരു കാര്യങ്ങൾ പോകുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു നീക്കം നടക്കുന്നതിന് തൊട്ടു പിന്നെ അതിന് മുന്നറിയിപ്പുമായിട്ട് അമേരിക്ക എത്തിയിട്ടുണ്ട്. അമേരിക്ക പറയുന്നത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ ഈ നീക്കം അപകടകരമാണ്. കാരണം അവർ ഭയക്കുന്ന ഒരു കാര്യം, ഇനി ഭാവിയിൽ ഇന്ത്യയുമായിട്ട് വ്യാപാര ബന്ധത്തിൽ കൂടുതൽ മിങ്കിൾ ചെയ്യുകയും ഒപ്പം തന്നെ അത് പ്രതിരോധ രംഗത്തും കൂടി മിങ്കിൾ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായി തന്നെ അമേരിക്കയുടെ ഒരു പിടി അവിടെ അയഞ്ഞു പോകും. കാരണം ഇപ്പോൾ നമ്മൾ പ്രതിരോധ ആവശ്യത്തിന് ഏറ്റവും കൂടുതൽ സമീപിക്കുന്ന രാജ്യം യൂറോപ്യൻ രാജ്യങ്ങളിൽ അമേരിക്കയാണ്. റഷ്യ എന്നാണ് നമ്മൾ കൂടുതൽ ആയുധം വാങ്ങുന്നതെങ്കിലും നമ്മൾ യൂറോപ്യൻ രാജ്യങ്ങൾ സമീപിക്കും. പക്ഷെ അത് ഇടക്കാലത്ത് കുറഞ്ഞു തുടങ്ങി. നമ്മളിപ്പോൾ ഫ്രാൻസിൽ നിന്ന് റഫേലും ഒക്കെ വാങ്ങാൻ തുടങ്ങിയ ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഈ ജർമ്മനിയുടെ കയ്യിൽ നിന്ന് നമ്മൾ അന്തർവാഹിനി വാങ്ങാനുള്ള സാഹചര്യം കൂടെ ഒക്കെ ഒരുങ്ങുന്നു. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു കണക്ഷൻ കൂടിയാൽ അമേരിക്കയ്ക്ക് ഇന്ത്യയുടെ മാത്രം കച്ചവടമല്ല, യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ കച്ചവടവും കുറയും. അതുകൊണ്ടാണ് അവരത് മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇനി ചൈന ഒരു മുന്നറിയിപ്പുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ചൈന പറയുന്നത് പാകിസ്ഥാന്റെയോ ചൈനയുമായിട്ടുള്ള ഇന്ത്യയുടെ സംഘർഷങ്ങളിൽ യൂറോപ്യൻ യൂണിയൻ ഇടപെടുന്നത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അതായത് ഈ രഹസ്യങ്ങൾ കൈമാറുക, അതായത് ഇവരെ പുറത്താക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിനകത്ത് ഉണ്ടാകുമെന്ന് ചൈന ഒരു മുന്നറിയിപ്പ്. ചൈനയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിനെല്ലാം രണ്ട് വശങ്ങളുണ്ട്. പുറത്ത് പറയുന്നതല്ല ഇവരുടെ യഥാർത്ഥ പ്രശ്നം. അവരുടെ ഇന്റേണൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇൻഡോ പസഫിക് മേഖലയിൽ ഇത്തരം ഒരു സഖ്യം ശക്തമാവുകയാണെങ്കിൽ അത് ചൈനയ്ക്ക് വലിയ തലവേദന സൃഷ്ടിക്കും. കാരണം ഇൻഡോ പസഫിക് മേഖലയിലെ ഒരു മേൽക്കൈ നേടാൻ വേണ്ടി ചൈന ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഒരു മൂന്നാം ധ്രുവമായിട്ട് ഇന്ത്യയും യൂറോപ്പും കൂടെ എത്തുകയാണെങ്കിൽ ചൈനയ്ക്ക് തലവേദന കൂടും. ഇതാണ് അവരുടെ മനസ്സിലെ വിങ്ങല്. പക്ഷെ അവർ പറയുന്നത് അതല്ല. ട്രംപിന്റെ വിങ്ങല് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പക്ഷെ പറയുന്നത് അങ്ങനെയല്ല. ഇനി പാകിസ്ഥാന് ഒരു വലിയ വിഷമമുണ്ട്, പുറത്ത് പറയാൻ പറ്റാത്തൊരു വിഷമം. അവരത് പുറത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ. കാരണം ഈ യൂറോപ്പ് കേന്ദ്രീകൃതമായിട്ടുള്ള ഭീകര സംഘടനകൾക്ക് ഫണ്ടിങ്ങും മറ്റും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നാണ് കൂടുതൽ വരുന്നത്. ഇനി അത് നിലയ്ക്കും. ഇപ്പോ നമ്മൾ ആവശ്യപ്പെടുകയോ നമ്മൾ കൊടുക്കുകയോ ചെയ്ത ഖാലിസ്ഥാൻ സംഘടനകൾക്കുള്ള ഫണ്ടിങ് ഒപ്പം തന്നെ സംഘടനകൾക്ക് പ്രവർത്തിക്കാനുള്ള അനുമതി ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ നിലവിൽ പാകിസ്ഥാനുള്ള ഭീകര സംഘടനകൾ പലതും പട്ടിണിയിലേക്ക് നീങ്ങുകയും അവർ പ്രവർത്തനം നിലച്ചു പോവുകയും ചെയ്യും.
ഈ ഒരു സാഹചര്യമാണ് പാകിസ്ഥാനെ വിരളി പിടിപ്പിക്കുന്നത്. നിലവിൽ ഈ ഒരു കരാറിന് എതിരെ പ്രത്യക്ഷമായി തന്നെ ചൈനയും അമേരിക്കയും എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പാകിസ്ഥാന് പുറത്ത് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ ഭീകരവാദത്തിന് ഫണ്ട് നിന്ന് പോകുന്നവർക്ക് പറയാൻ കഴിയില്ലല്ലോ. അപ്പം ഇങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പം ഇത് ഒരു വലിയ കരാർ എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് ഇന്ത്യയുടെ നേതൃത്വം, അതായത് ഇന്ത്യയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു പുതിയ ഒരു അച്ചുതണ്ട് രൂപീകരിക്കുകയാണ് ഇവര്. ഈ അച്ചുതണ്ടത്തിൽ ഒന്ന് യൂറോപ്പിന്റെ സ്വയം പ്രതിരോധം സ്ട്രെങ്തൻ ചെയ്യുന്നു, അതിൽ ഇന്ത്യയെ കൂടെ ഭാഗമാക്കുന്നു, അത് ഇന്ത്യക്ക് ഗുണകരമാകുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ ഈ 3 കരാറിൽ കൂടെയും പറ്റുന്നുണ്ട്. ഒന്ന് നമ്മുടെ ആയുധ വിപണിയിൽ സംയുക്തമായ നിർമ്മാണത്തിന് പദ്ധതികൾ ഒരുങ്ങുന്നു, വിൽപ്പനയ്ക്ക് പദ്ധതി ഒരുങ്ങുന്നു. 2 നമ്മുടെ ഈ ഞാൻ ഈ പറഞ്ഞ കണക്ക് AI-യിലായാലും ഈ സെമി കണ്ടക്ടർ, ഈ പ്രതിരോധ ആവശ്യങ്ങൾക്കുള്ള AI-യും പ്രതിരോധ ആവശ്യങ്ങൾക്കുള്ള ഈ സെമി കണ്ടക്ടർ ചിപ്പിലും ഒക്കെ ആയാലും എന്താണ് ഗവേഷണങ്ങൾക്ക് കൂടുതൽ പണം നമുക്ക് കിട്ടുന്നു. ഒപ്പം തന്നെ അവരുടെ ഈ അടുത്ത പദ്ധതികളിൽ കൂടെ വരുമ്പോഴത്തേനും അവരുടെ ഈ സ്ട്രെങ്തൻ ചെയ്യുന്നതിന്റെ ഭാഗമായി റിയാം യൂറോപ്പ് എന്ന് പറയുന്ന പദ്ധതി വരുമ്പോഴേക്കും ഈ ഇൻഡോ പസഫിക് മേഖലയിൽ നമുക്ക് വേണ്ട സാങ്കേതിക സഹായം അവർ നൽകുന്നുണ്ട്. ഈ സമുദ്ര മേഖലയിൽ നമ്മളെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യുക, ഇത് നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് പരസ്പരം സഹകരിച്ചുകൊണ്ട് അവിടെ സ്ട്രെങ്തൻ ചെയ്യുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഉടൻ ഈ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് ഉടൻ ഒപ്പിടാൻ പോകുന്ന 3 കരാറുകളാണ്. സെക്യൂരിറ്റി ഓഫ് ഇൻഫർമേഷൻ എഗ്രിമെന്റ് ആണ് നമ്മൾ ഒപ്പിടുന്നത്. അതിനകത്ത് തന്നെ നമുക്ക് ഗുണപ്പെടുന്ന അവരുടെ 2 കരാറുകളുണ്ട്. അത് കരാറല്ല, അവരുടെ പദ്ധതിയാണ്. ആ പദ്ധതിയുടെ ഭാഗം നമ്മൾ ആകുകയാണ് ചെയ്യുന്നത്. അതിലൊന്ന് റിയാം യൂറോപ്പാണ്, മറ്റൊന്ന് എന്ന് പറയുന്നത് സെഫ് ആണ്, സെക്യൂരിറ്റി ആക്ഷൻ ഫോർ യൂറോപ്പ് ആണ്. ഇതുകൊണ്ട് നമുക്ക് സാമ്പത്തിക മെച്ചം മാത്രമല്ല, നമ്മളുടെ എക്കാലത്തെയും വലിയ തലവേദനയായിരുന്ന ഭീകരവാദ സംഘടനകളുടെ അടിവേരിറക്കുവാൻ ഇത് ഗുണം ചെയ്യും എന്നുള്ളത്. ഭാവിയിൽ ഇപ്പോൾ യൂറോപ്പും അമേരിക്കയുമായിട്ടുള്ള ഈ പിണക്കം സ്ഥിരമായി നിൽക്കുമെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. കാരണം ഒരു പൊക്കിൾക്കൊടി ബന്ധം അവർക്ക് ഉള്ളതാണ്. അപ്പോൾ ഭാവിയിൽ ഇത് അമേരിക്കയ്ക്കും കാരണം ഇപ്പൊ ഈ നാറ്റോ സഖ്യത്തിന്റെ ഒരു ഭാഗം അല്ലെങ്കിൽ കൂടി നാറ്റോ സഖ്യത്തിലെ ബാക്കി രാജ്യങ്ങളുമായിട്ടാണ് ഇത്തരത്തിലൊരു കരാർ. ഇപ്പൊ ഈ അമേരിക്ക ഇല്ല എന്ന് മാത്രമല്ലേ ഉള്ളൂ ഇതില്. നാളെ ഒരു നാറ്റോ സഖ്യത്തിന് ഒരു യുദ്ധക്കളത്തിലേക്ക് പോകുമ്പോൾ ഈ ഒരു കരാർ അവർക്ക് ഗുണപ്പെടുക തന്നെ ചെയ്യും. അത് പ്രത്യക്ഷത്തിലല്ല, അതായത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടില്ല, അങ്ങനത്തെ ഒരു രീതിയാണ് ഇന്ത്യ. അതായത് തന്ത്രപരമായ പങ്കാളിത്തം തുടരുന്നതിനോടൊപ്പം തന്നെ ഇത്തരത്തിലൊരു കരാർ, ഇത് നമുക്ക് സാമ്പത്തികമായിട്ട് ബെനിഫിറ്റ് തരുന്ന ഒരു കരാറാണ്. ഒപ്പം തന്നെ സെക്യൂരിറ്റി പരമായിട്ടും നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. ഇത് യൂറോപ്പിനും ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു കരാറായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. പക്ഷെ ഇതിനകത്ത് അമേരിക്കയ്ക്ക് അത്ര സുഖകരമായ ഒരു കരാറല്ല ഇത്, ചൈനയ്ക്കും സുഖകരമായ കരാറല്ല, പാകിസ്ഥാനും സുഖകരമായ ഒരു കരാറല്ല ഇതെന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അത് അവർ ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞു നിലവിൽ. ഇനി ഇതിന്റെ അടുത്ത ദിവസങ്ങളിലൊക്കെ ഈ കരാർ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും എന്നുള്ളതാണ്. ഏതായാലും ആ വ്യാപാര കരാറിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്യാതെ പോകരുതാത്ത ഒരു വിഷയം കൂടിയാണ്. ഏതായാലും അത് വൈകിയാണെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു.